നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചാലും പണം കയ്യിൽ നിൽക്കുന്നില്ലേ? വന്നത് ചെലവായി പോകുന്നു, കടം തീരുന്നില്ല, അവസാനം കയ്യിലൊന്നുമില്ല. പക്ഷേ ഇതിന് കാരണം നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ചില വസ്തുക്കളാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരും ഗൗരവമായി എടുക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതറിഞ്ഞിട്ടും അവഗണിച്ചാൽ സമ്പത്ത് നിങ്ങളെ വിട്ടുപോകും. നമ്മുടെ വീട് ഒരു എനർജി സ്പേസാണ്. നല്ല എനർജി ഉണ്ടെങ്കിൽ പണം തന്നെ അവിടെ നിൽക്കും. ചീത്ത എനർജി ഉണ്ടെങ്കിൽ പണം വന്നാലും നിൽക്കില്ല. വാസ്തുശാസ്ത്രവും ആത്മീയശാസ്ത്രവും ഒറ്റക്കെട്ടായി പറയുന്നൊരു സത്യമുണ്ട്. വീട്ടിലെ ചില വസ്തുക്കൾ ദാരിദ്ര്യ ഊർജം ആകർഷിക്കും. നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയ കപ്പ്, ചിപ്പുള്ള പ്ലേറ്റ്, ക്രാക്കുള്ള ബൗൾ ഇവയൊക്കെ ഇനിയും ഉപയോഗിക്കുന്നുണ്ടോ? ഇത് സമ്പത്ത് ചോർന്നു പോകുന്നതിൻ്റെ പ്രതീകമാണ്. പൊട്ടിയ വസ്തുക്കൾ എനർജി ലീക്കുണ്ടാക്കും. ഇന്ന് തന്നെ ചെയ്യൂ. ഇവ വീട്ടിൽ നിന്ന് പുറത്താക്കുക. വർഷങ്ങളായി ഉപയോഗിക്കാത്ത വസ്തുക്കൾ, പഴയ പത്രങ്ങൾ, തകരാറായ ഉപകരണങ്ങൾ, ഇടം പിടിച്ചിരിക്കുന്ന അലമാരകൾ ഇവ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടാക്കും. പണം വരാൻ സ്ഥലമില്ലാതാക്കും. ഒരു റൂൾ ഓർക്കൂ: എനർജി ഫ്ലോ ഇല്ലെങ്കിൽ മണി ഫ്ലോ ഇല്ല. നിങ്ങളുടെ പേഴ്സ് വളരെ അധികം കാലിയാണോ? അല്ലെങ്കിൽ കുഴഞ്ഞ നിലയിലാണോ? പണം ബഹുമാനം കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ നിൽക്കൂ. ഒരു ചെറിയ കുറിപ്പ് പോലും പേഴ്സിൽ വയ്ക്കുക. അത് സമ്പത്ത് വരുന്നു എന്ന സിഗ്നലാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഉപ്പ് നിറച്ച് വീട്ടിൻ്റെ ഹാളിൽ വയ്ക്കുക. നാളെ രാവിലെ ആ ഉപ്പ് വീട്ടിന് പുറത്തേക്ക് വയ്ക്കുക. ഇത് നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കും. ഒരു കാര്യം ഓർക്കണം: സമ്പത്തൊരിക്കലും കഷ്ടപ്പെടുന്നവരെ അവഗണിക്കില്ല. പക്ഷേ താമസിക്കാം. ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ എനർജി മാറ്റം ആരംഭിച്ചു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരാളെങ്കിലും ഷെയർ ചെയ്യൂ. കാരണം നിങ്ങളുടെ നന്മ മറ്റൊരാളുടെ ജീവിതം മാറ്റിയേക്കാം. നന്ദി.